ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പുതിയൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് കിടു കിടു കടുവ. കഥ എഴുതിയിരിക്കുന്നത് ഷിനോജ് രാജ്, അതുപോലെ ചിത്രീകരണം TR രാജേഷ്. അപ്പം നമുക്ക് കഥ കേട്ടാലോ? ഇത് കുട്ടികൾക്കായിട്ട് ഒരു ബുക്കിനെ പരിചയപ്പെടുത്തി ആ ബുക്ക് വായിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം. കിടു കിടു കടുവ. കാടിനോട് ചേർന്നായിരുന്നു ബേക്കറി. അവിടാണെങ്കിലോ എപ്പോഴും തണുപ്പും ഇരുട്ടും. വെയിലൊന്നുദിച്ചാൽ പലഹാരങ്ങളൊക്കെ ഉറക്കമുണരുകയായി. മഞ്ഞ മഞ്ഞ മഞ്ഞാച്ചി കുഞ്ഞു ലഡുകളാണ് ആദ്യം കണ്ണു തുറക്കുക. ചില്ലുകുപ്പിയിൽ നിന്ന് അവ വെയിലിനെ കൊഞ്ഞനം കാട്ടും. ചോന്ന് ചോന്ന് ചോര ചുങ്കിളി ജിലേബികൾ വട്ടം വട്ടമായി വട്ടപാത്രത്തിൽ കിടന്ന് നൃത്തം ചവിട്ടും. മിനുമിനുത്ത് മിനുമിനുത്ത് കാറ്റ് നിറച്ചു തുന്നിയ ചതുരക്കട്ട പോലത്തെ പഞ്ചാര ഹലുവകൾ അപ്പോഴും ചില്ലുകൂട്ടിൽ മടിയൻ ഉറക്കമായിരിക്കും. ഇന്നേരമാണ് കാടിറങ്ങി ഒരു മധുരപലഹാരം പോലെ സുന്ദരനായ കടുവ വരിക. കടുവയുടെ വരവ് ആദ്യം കാണുക ബിസ്ക്കറ്റുകളാണ്. തകരത്തട്ടിൻ്റെ ചില്ലുവാതിലിനടുത്തേക്ക് വന്ന് കാലിട്ടടിച്ച് കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറയും. പിന്നെ കടുവയെ കാണുക ബെന്നുകളും റസ്കുകളുമാണ്. വല്യേട്ടനായി റൊട്ടിയെ കുലുക്കി വിളിച്ച് അവർ സ്വകാര്യം പറയും, കള്ളൻ കള്ളൻ. റൊട്ടി അന്നേരം അപ്പക്കൂട്ടിൽ നിന്നിറങ്ങി വന്നിട്ടേ ഉണ്ടാവൂ. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഇളം ചൂടിൽ അങ്ങനെ ചരിഞ്ഞു കിടന്ന് കൂർക്കം വലിക്കും. ബേക്കറിയുടെ മുൻവശത്തിരിക്കുന്ന മൈസൂർ പാക്കുകളാണെങ്കിൽ ഒരക്ഷരം മിണ്ടില്ല. കടുവയുടെ മഞ്ഞയ്ക്കിടയിലൂടെ കറുത്ത വരകൾ ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന സങ്കടത്തിൽ കള്ളനെ അവ അസൂയയോടെ തുറച്ചു നോക്കും. കേക്കുകളാണെങ്കിൽ ഇവിടെയൊന്നുമല്ല എന്ന മട്ടിൽ ചില്ലുകൂട്ടിൽ എപ്പോഴും പുറംതിരിഞ്ഞിരിപ്പാണ്. പക്ഷേ കടുവ അകത്തേക്ക് കയറുക ബേക്കറിയുടെ പുറകിലൂടെ പതുങ്ങി പതുങ്ങി പുറംതിരിഞ്ഞാണ്. ആദ്യം വാല് അകത്തേക്ക് കയറ്റും. അപ്പോൾ പേടിച്ചു നിലവിളിക്കുന്ന കുഞ്ഞു ബുന്തികളെ വാല് അടക്കി നിർത്തും. അടുത്തതായി കയറ്റുക പുറം കാലുകളെയാണ്. നിലവിളിക്കുന്ന ഒച്ചപ്പങ്ങളുടെ അണ്ണാക്ക് പൊത്തൽ പുറംകാലിൻ്റെ പണിയാണ്. മൂന്നാമതായാണ് മുൻകാലുകൾ വരുന്നത്. ഏതു നേരത്തും ചെലചെലിയെന്ന് വർത്താനം പറയുന്ന വറുത്ത കായകളെ ഒച്ചയുണ്ടാക്കി മിണ്ടാതെ ഇരുത്തുകയാണ് മുൻകാലുകളുടെ ജോലി. അവസാനമായാണ് തല എത്തുക. അതെത്തിക്കഴിഞ്ഞാൽ പിന്നെ ബേക്കറിക്കുള്ളിൽ കിടന്ന് വെപ്രാള പാച്ചിലാണ്. ഹലുവയും ജിലേബിയും ലഡുവും തിരഞ്ഞുള്ള ഓട്ടം. മണം പിടിച്ച് ചില്ലുകൂട്ടിലേക്ക് കടുവ വലിഞ്ഞു കയറും. ലഡു കിടക്കുന്ന ചില്ലുകുപ്പികൾ തള്ളിയിട്ട് പൊട്ടിക്കും. എല്ലാം മറിച്ചിട്ട് ചവിട്ടി മെതിച്ചു ഒന്നും തിന്നാതെ കടുവ കാട്ടിലേക്ക് ഒരു പോക്കുണ്ട്. അപ്പോഴേക്കും പലഹാരങ്ങളെല്ലാം തവിട് പൊടിയായിട്ടുണ്ടാവും. ഇത്തവണ കടുവ വന്നപ്പോൾ ചില്ലുകൂട്ടിൽ നിന്ന് അട്ടിയട്ടിയായി ഹലുവ പുറത്തിറങ്ങി. ആലമാരപ്പുറത്തെ വട്ടപാത്രത്തിൽ നിന്ന് വട്ടം ചുറ്റി ജിലേബികളും താഴെയെത്തി. കാറ്റിൽ കുമിളകൾ പാറും പോലെ കൂട്ടമായിട്ടാണ് മഞ്ഞലടുക്കൾ ഉരുണ്ടു വന്നത്. അങ്ങനെ ബേക്കറി നിറയെ പലഹാരങ്ങളുടെ നൃത്തവും മലക്കമറിച്ചിലുകളും. വാ പൊളിച്ച് കണ്ണും മിഴിച്ചിരുന്നു പോയി കടുവ. സന്തോഷത്തോടെ നൃത്തം കണ്ട് നിന്നിരുന്ന കടുവയുടെ കണ്ണിൽ മിക്സ്ചർ മഴ തന്നെ പെയ്തു. എരിഞ്ഞ് കണ്ണ് കാണാനാവാതെ ഓടിയ കടുവ ലഡുവിൽ ചവിട്ടി തെന്നി ബന്നിൽ പോയി വീണ്. ഗ്രാ എന്ന് കരഞ്ഞ വലിയ വായിൽ നിറയെ ബന്നുകൾ കയറിക്കൂടി. അങ്ങനെ ഒച്ചയും നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കേട്ടത് വലിയൊരു ശീ ആണ്. അപ്പക്കൂട്ടിലെ പൊരിയുന്ന റൊട്ടിയടുപ്പിൽ വഴിതെറ്റിയെത്തിയ കടുവ മുരിഞ്ഞുപോയി. ഉള്ള ജീവനും കൊണ്ട് ഓടുമ്പോഴാണ് ജിലേബി കാലിൽ ചുറ്റിയത്. ചുറ്റി വരിഞ്ഞ് അത് കടുവയെ നൂലുണ്ട പോലെയാക്കി. കടക്കാരൻ വന്നപ്പോൾ മൂലയ്ക്ക് പുതിയൊരു പലഹാരം. ഹോ, എന്തരപ്പ, എന്താ വലിപ്പം! കിടു കിടു കിടു, ഞാനിതെപ്പോഴുണ്ടാക്കി. അയാൾക്കൊരു പിടിയും കിട്ടിയില്ല. അതെടുത്തു പൊക്കി ഒഴിഞ്ഞ ഹലുവത്തട്ടിൽ വച്ചപ്പോഴേക്കും അയാൾ ക്ഷീണിച്ചു പോയി. ഓ, ഇന്നിത്രയൊക്കെ മതി. അന്ന് പലഹാരമൊന്നും ഉണ്ടാക്കാതെ ബേക്കറി പൂട്ടി അയാൾ വീട്ടിലേക്ക് നടന്നു. കഥ ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെയും പ്രതികാരം ചെയ്യാം എന്ന് നമ്മൾ കിടുകിടു കടുവയിലൂടെ നമ്മൾ മനസ്സിലാക്കി.
കാടിറങ്ങി നാട്ടിലെത്തുന്ന കള്ളവൻ കടുവയെ നാട്ടിലെ പലഹാരങ്ങളെല്ലാം ചേർന്ന് പുതിയൊരു പലഹാരമാക്കിയ രസകരമായ കഥ. ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ കഥകൾ വായിക്കാനായി നമ്മുടെ ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. അങ്ങനെ കഥകൾ പറഞ്ഞ് നമ്മളിപ്പം വയനാട് ചുരം കയറി കോഴിക്കോട് നിന്ന് വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമായല്ലോ?